And finally, iOS 26.4 ബേറ്റ 1 ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം 9 GB എൻ്റെ ഐഫോൺ 11 വന്നിരിക്കുന്നത്. എല്ലാ ഡിവൈസിലും അത്യാവശ്യം ലാർജ് സൈസിലാണ് ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് കുറേയധികം ചേഞ്ചസ് ഈ അപ്ഡേറ്റിൽ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അതോടൊപ്പം തന്നെ iPadOS, macOS, watchOS എന്നിങ്ങനെ എല്ലാ പുതിയ ഡിവൈസിലും പുതിയ ആപ്പിൾ ബീറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOSനെ ഫോക്കസ് സംസാരിക്കാം. സോ ഇതേപോലുള്ള പുതിയ ആപ്പിൾ കോണ്ടന്റ്സിനും ബാക്കി എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം 1 million സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ഹിറ്റ് ചെയ്യേണ്ടത്. സോ ഇപ്പം തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് റീൽസും ബാക്കി കാര്യങ്ങളും അവിടെയും അറിയാൻ പറ്റും. സോ ദിസ് ഇസ് എബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യത്തെ ചേഞ്ച് വന്നിരിക്കുന്നത് നമ്മുടെ ബിൽ നമ്പറിലാണ്. നേരെ സെറ്റിങ്സ് എടുക്കാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷൻ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ കോഡ് കാണുമ്പോൾ ബിൽ നമ്പർ കാണുന്നില്ല. അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ആ ഒരു ബിൽ നമ്പർ റിവീൽ ആവുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും iOS 26.4 23E5207Q എന്ന്. സോ കുറച്ചധികം അപ്ഡേറ്റ്സ്, ബേറ്റ അപ്ഡേറ്റ്സ് ഈ ഒരു അപ്ഡേറ്റിന് എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു അപ്ഡേറ്റ് മേജറായ ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കൂടുതൽ ബേറ്റ അപ്ഡേറ്റ്സും വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മോഡേൺ ഫേംവെയർ സെറ്റിംഗ്സ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. iPhone 17 സീരീസിനാണ് ആ ഒരു ചേഞ്ച് കൂടുതലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സെല്ലുലർ കണക്ഷൻ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ഈ ഒരു അപ്ഡേറ്റിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത വന്ന ചേഞ്ച് സെറ്റിങ്സ് എടുക്കാം. ഫേസ് ID ആൻഡ് പാസ്കോഡ് എന്ന ഓപ്ഷൻ എടുക്കാം. സംഭവം ഭയങ്കര ചെറുതാണെങ്കിലും ആ ഒരു മാറ്റം കുറേയധികം ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറേയധികം യൂസേഴ്സിന് റിലീഫാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു പാസ്കോഡിൻ്റെ ഓപ്ഷൻ അലൈൻഡ് ആയിരുന്നു. ഇപ്പോൾ ഇത് സെൻട്രൽ അലൈൻഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ നമുക്ക് iOS 26.3 നോക്കാം. സെറ്റിങ്സ് എടുത്ത് താഴത്തേക്ക് പോയിട്ട് ഈ ഒരു പാസ്കോഡ് ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ലെഫ്റ്റ് അലൈൻഡ് ആണ്. നമ്മുടെ പുതിയ അപ്ഡേറ്റ് സെൻട്രൽ അലൈൻഡ് ആണ്. ഈ ഓരോ ചേഞ്ചസും പല യൂസേഴ്സും നല്ല രീതിക്കുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവല് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരെ നമ്മുടെ സെറ്റിങ്സിൽ വാൾപേപ്പർ ഓപ്ഷൻ എടുക്കാം. വാൾപേപ്പറിൽ ആഡ് ന്യൂ വാൾപേപ്പർ ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വാൾപേപ്പർ സെലക്ഷനിൽ പുതിയ ചേഞ്ചസ് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഓരോ കാറ്റഗറിയും നമ്മുടെ വാച്ച് ഫേസ് കാറ്റഗറി സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആ ലുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്ന മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് ആപ്പിൾ മ്യൂസിക്കിലാണ്. ആപ്പിൾ മ്യൂസിക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സ്പ്ലാഷ് സ്ക്രീൻ വരും. ഈ ഒരു സ്പ്ലാഷ് സ്ക്രീനിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ലൈവ് കോൺസെർട്ടും അതോടൊപ്പം കുറച്ചുകൂടെ ബെറ്റർ എൻഹാൻസ്മെൻറ്റും ആപ്പിൾ മ്യൂസിക് അപ്ഡേറ്റിൽ കൊണ്ടുവന്നുണ്ട്. നേരെ നമ്മുടെ ഹോമിലേക്ക് പോകാം. ഹോമിലേക്ക് പോകുമ്പോൾ ആർട്ട് കവറിന് കുറേയധികം ചേഞ്ച് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ ഈ പറയുന്ന എസെൻഷ്യൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഗെറ്റപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കംപ്ലീറ്റ് ഒരു ഫുൾ സ്ക്രീൻ ആർട്ട് കവറാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ആർട്ട് കവറിൽ തന്നെ പ്ലേ, ഷഫിൾ, ആഡ് എന്നീ പറഞ്ഞ എല്ലാ സ്വിച്ചസും ആ ഒരു ആർട്ട് കവറായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ആർട്ട് കവർ എടുക്കാം. ഈ ഒരു ആർട്ട് കവർ നോക്കുമ്പോൾ മനസ്സിലാവും കറക്റ്റായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ അല്ലാതെ നോർമൽ ഒരു എസെൻഷ്യൽ ആർട്ട് കവർ എടുക്കുമ്പോൾ അവിടെയും ഈ ഒരു ചേഞ്ച് ത്രൂ ഔട്ട് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. നൗ പ്ലേയിങ് ബാർ ഒരു ഡിഫറൻസ് ആയിട്ടും അതോടൊപ്പം ബാക്കി ഉണ്ടാകുന്ന ഈ ഒരു പ്ലേ ലിസ്റ്റിൽ വരുന്ന ഷഫിൾ, പ്ലേ, ആഡ് എന്നീ പറഞ്ഞ ബട്ടൺസ് കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ആപ്പിൾ കൊണ്ടുവരുന്നത്. അതോടൊപ്പം വേറെ വന്നിരിക്കുന്ന ചേഞ്ച് നമ്മളോട് സെറ്റിങ്സിൽ ഒരു ആർട്ടിസ്റ്റിനെ സെർച്ച് ചെയ്യാം. നമുക്ക് അൻവെൻജിൻ എടുക്കാം. അൻവെൻജിൻ എടുക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും അപ്കമിങ് കോൺസേർട്സ് എന്ന് പറയുന്നുണ്ട്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏതൊക്കെ പ്ലേസിൽ ഏതൊക്കെ ഡേറ്റിലാണ് കോൺസേർട്ട് വരുന്നത് അറിയാൻ പറ്റും. ഇപ്പോൾ മുംബൈ എടുക്കാം. മുംബൈ എടുക്കുമ്പോൾ ഗെറ്റ് ടിക്കറ്റ്സ്, പ്ലേ, ആ ഒരു ആൽബം ഫുള്ള് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനും ഏത് ദിവസം എത്ര മണിക്ക് എന്നീ പറയുന്ന കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏത് ലൊക്കേഷനിലാണ് ഈ ഒരു കോൺസേർട്ട് നടക്കുന്നത് എന്ന് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഗെറ്റ് ടിക്കറ്റ്സ് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ വെബ്സൈറ്റിൽ നിന്നാണ് ഈ ഒരു ടിക്കറ്റ് എനിക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും ഇവിടെ ക്ലിയർ ആയിട്ട് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം അടുത്ത വന്ന ചേഞ്ച് ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പുതിയ ഐക്കൺ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ്റെ പേരാണ് പ്ലേലിസ്റ്റ് പ്ലേഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ പവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരും. ആപ്പിൾ ഇൻ്റലിജൻസ് ഉള്ള ഡിവൈസിലാണെങ്കിൽ നിങ്ങൾക്കൊരു സിംഗിൾ ടെക്സ്റ്റ് പ്രോംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ആ ഓരോ പ്രോംപ്റ്റിൻ്റെ അനുസരിച്ചുള്ള ട്രാക്കുകൾ ആപ്പിൾ തന്നെ സജസ്റ്റ് ചെയ്യും.
ഇപ്പോൾ മേക്ക് മീ എ റോക്ക് പാർട്ടി ആൽബം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ടി പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള ഫുൾ കംപ്ലീറ്റ് പ്ലേലിസ്റ്റും ബാക്കി കാര്യങ്ങളും ആപ്പിൾ മ്യൂസിക് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ഞാൻ കഴിഞ്ഞ ന്യൂസ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ആപ്പിൾ മ്യൂസിക് മാത്രമാണ് ഇപ്പോൾ AI ഇൻ്റഗ്രേഷൻ മ്യൂസിക്കിൽ കൊണ്ടുവരാത്തത്. അത് ഫൈനലി ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ആൻഡ് സ്പീക്കിംഗ് ഓഫ് മ്യൂസിക്, നമുക്ക് ആംബിയൻ മ്യൂസിക്കിനും വിജറ്റ്സ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. സിംഗിൾ വിജറ്റായിട്ട് വന്നിരിക്കുന്നത് സ്ലീപ്പാണ്. ആൻഡ് 4 വിജറ്റായിട്ട് വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് വൈബ്സും ഇവിടെ അവൈലബിൾ ആണ്. സ്ലീപ്പ്, ചിൽ, പ്രൊഡക്ടിവിറ്റി, വെൽബീയിങ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് വരുന്ന പുതിയ വിജറ്റും ആപ്പിൾ ആംബിയൻ മ്യൂസിക്കിലും ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോഡ്കാസ്റ്റ് ആപ്പിലും നിങ്ങൾക്ക് ഇനി മുതൽ വീഡിയോ പോഡ്കാസ്റ്റും അവൈലബിൾ ആണ്. നേരത്തെ വരെ നമുക്ക് ഓഡിയോ ഓൺലി ആയിരുന്നു, പക്ഷേ ഇനി മുതൽ നമുക്ക് വീഡിയോ പോഡ്കാസ്റ്റും ആപ്പിൾ പോഡ്കാസ്റ്റ് ആപ്ലിക്കേഷനിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന ചേഞ്ച് നമ്മുടെ ആപ്പ് സ്റ്റോറിലാണ്. ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത്രയും നാളെ നമുക്ക് സെർച്ച് ബാർ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നത്. നേരെ നമ്മുടെ iOS 26.3 എടുക്കാം. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി പോലെ ഇവിടെ ആപ്പിൾ ആ ഒരു സെർച്ച് ബാർ കൊണ്ടുവന്നായിരുന്നു. ഞാൻ ലൈറ്റ് മോഡ് ഇടാം. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു സെപ്പറേറ്റ് ഒരു കേർവ് ഈ ഒരു സെർച്ച് ബാർ ഉണ്ടായിരുന്നു. പക്ഷേ iOS 26.4 വരുമ്പോൾ ആ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് മാറ്റി ഒരു സിംഗിൾ കോളത്തിലാണ് സെർച്ച് ബാറും ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ വരുന്ന കുറച്ചധികം ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്ര നാൾ താഴത്തുണ്ടായ സെർച്ച് ഫീൽഡ് പൊക്കത്തേക്ക് ആപ്പിൾ കൊണ്ടുപോയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഈ ഒരു ഓപ്ഷൻ ഇഷ്ടമായിട്ടുള്ള താഴത്താകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഹാൻഡി ആയിട്ട് സെർച്ച് ചെയ്യാൻ എളുപ്പമാകുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ പോപ്പ് ആവുന്നുണ്ട്. ആൻഡ് ആപ്പിൾ ഐ ഡി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേയധികം ചേഞ്ച് ഇവിടെയും കാണാൻ പറ്റും. ഈ ഒരു UI UX ആപ്പിൾ അത്യാവശ്യം നല്ല രീതിക്കാണ് ആപ്പ് സ്റ്റോറിൻ്റെ ഓപ്ഷനിലും ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം അടുത്ത വന്ന ചേഞ്ച് ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് നമ്മുടെ കോൺടാക്ട് ഓപ്ഷൻ ബട്ടൺസിലും കൊണ്ടുവന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കോൺടാക്റ്റിൽ വന്നിരിക്കുന്നത്. പഴയ iOS 26.3 എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ 2 ഡിവൈസിൻ്റെയും ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും. ഈ ഒരു കോൺടാക്ട് പോസ്റ്റർ നമുക്ക് പുൾ ചെയ്യാം. അപ്പം ഈ ഒരു കോൺടാക്ട് പോസ്റ്റർ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ഈ ഒരു കോൺടാക്ട് ലിസ്റ്റിലും ആപ്പിൾ ആ ഒരു കറക്റ്റ് ഡീറ്റെയിലിങ്ങും ബാക്കി കാര്യങ്ങളും ഇവിടെ എഫിഷ്യൻ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഓരോ ചേഞ്ചും പുതിയ പുതിയ അപ്ഡേറ്റിൻ്റെ ആ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിനെ റിഫ്ലക്റ്റ് ചെയ്തെന്നാണ് ആപ്പിൾ ബിൽഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും കുറച്ചുകൂടെ വൈഡർ ഫോണ്ടിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടായ അപ്ഡേറ്റ് വരെ ഇത് ഒരു ലിറ്റിൽ ഗ്രേയിഷ് ആയിട്ടാണ് ആപ്പിൾ ഇവിടെ കൊടുത്തിരുന്നത്. കുറച്ചുകൂടെ കോൺട്രാസ്റ്റും ആൻഡ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റീഡബിലിറ്റിയും ഈ ഒരു വൈറ്റ് ഫോണ്ട് നമുക്ക് തരുന്നുണ്ട്. അടുത്തതായിട്ട് ആപ്പിൾ ഇത് പേർപ്പസ്ഫുള്ളി ചെയ്തതാണോ അല്ലെങ്കിൽ മേ ബി എന്തെങ്കിലും എററാണെന്ന് അറിയില്ല. ഫ്രീ ഫോം ആപ്പിൻ്റെ ഐക്കൺ ക്രിയേറ്റീവ് സ്റ്റുഡിയോയുടെ ഓപ്ഷനിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ആപ്പ് ഐക്കൺ ഫുള്ള് ഡാർക്കായിട്ട് കാണിച്ചു തരാം. എഡിറ്റ് ചെയ്തു. കസ്റ്റമൈസ് ഓപ്ഷനിൽ നമുക്ക് ഡാർക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഫ്രീ ഫോം ആപ്പ് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. അതോടൊപ്പം ഫ്രീ ഫോം ആപ്പിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു പുതിയ സ്പ്ലാഷ് സ്ക്രീൻ നമുക്ക് വരുന്നുണ്ട്. വെൽക്കം ടു ഫ്രീ ഫോം ആൻഡ് ആപ്പിൾ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്ന് കൊടുക്കുന്ന ഒരു കംപ്ലീറ്റ് ആർട്ട് കവർ കൊടുക്കുന്ന ഒരു സ്പ്ലാഷ് സ്ക്രീനാണ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. മേ ബി ഇത് എല്ലാ ആപ്പിൾ യൂസേഴ്സിനും ഒരു ട്രയൽ പോലെ കൊണ്ടുവന്നിരിക്കുന്നതാണോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കംപ്ലീറ്റ് റീചേഞ്ച് ആണ് ഈ ഒരു സ്പ്ലാഷ് സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തിടുന്ന ചേഞ്ച് നേരെ സെറ്റിംഗ്സ് എടുക്കാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എടുക്കാം. ഈ പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് എല്ലാ ഡിവൈസിലും പെർമനൻ്റ് ആയിട്ട് ഓൺ ആയിരിക്കും. ഇത് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ പോയിട്ട് ഓഫ് ചെയ്യണം. അത് മെസ്സേജിങ് ആപ്പിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ സെലക്ട് ചെയ്യുന്ന കാരിയേഴ്സിൽ RCS സപ്പോർട്ട് ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ആകെ സപ്പോർട്ട് ചെയ്യുന്ന RCS കാരിയർ എന്ന് പറയുന്നത് ജിയോ ആണ്. ജിയോ യൂസേഴ്സിന് ഇപ്പോൾ RCS സപ്പോർട്ട് ആപ്പിൾ എനേബിൾ ചെയ്യുന്നുണ്ട്. RCSൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആയിട്ട് വരുന്ന RCS മെസ്സേജിങ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ആപ്പിൾ കൊടുത്തിരിക്കുന്നതനുസരിച്ച് ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ അത് കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്യില്ല. വരുന്ന ഓരോ അപ്ഡേറ്റിലായിരിക്കും അതിൻ്റെ ബാക്കി കാര്യങ്ങളെ കാരിയേഴ്സായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ആപ്പിൾ കൊണ്ടുവരുന്നെന്ന് പറയുന്നുണ്ട്. സോ ഇതൊക്കെ ഈ ഒരു അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ബഗുകളും ബഗ് ഫിക്സസിനെ പറ്റി സംസാരിക്കാം. അതിനുവേണ്ടി ആപ്പിളിൻ്റെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. ഫീഡ്ബാക്ക് ആപ്പ് എടുക്കാം. ഓരോ അപ്ഡേറ്റിന് ശേഷം ആപ്പിൾ ഇത് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് നമ്മുടെ മെയിൻ ഇൻ്റർഫേസിൽ പോകുമ്പോൾ റീസെൻ്റ് ആക്ടിവിറ്റിയിൽ നമുക്ക് കുറേയധികം ബേറ്റാസ് ഓപ്ഷൻ ലഭിക്കും. iOS 26.4 ആ ഒരു ബേറ്റ് എടുക്കുമ്പോൾ കുറേയധികം ഫീച്ചേഴ്സും അതോടൊപ്പം നോൺ ഇഷ്യൂസും ആപ്പിൾ കൊടുക്കുന്നുണ്ട്.
ഈ പറഞ്ഞ നോൺ ഇഷ്യൂസിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മെസ്സേജിങ്ങിൽ RC സപ്പോർട്ട് end-to-end എൻക്രിപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ടെസ്റ്റിംഗ് ആണെന്ന് കറക്റ്റ് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ ആപ്പിൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ദിസ് ഫീച്ചർ ഈസ് നോട്ട് ഷിപ്പിംഗ് ഇൻ ദിസ് അപ്ഡേറ്റ് and will be available to customers in a future software update on iOS എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു അപ്ഡേറ്റിലായിരിക്കില്ല, മേ ബി വരുന്ന കുറേ അപ്ഡേറ്റ്സിലായിരിക്കും ബാക്കി കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റ് iOS 26.4 ബീറ്റ യൂസേഴ്സായ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് നിങ്ങളുടെ ഡിവൈസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ബീറ്റ 1 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് അത്യാവശ്യം നല്ല ബഗ്ഗി ആയിരിക്കും. അതോടൊപ്പം തന്നെ പ്രൈമറി ഫോണിൽ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഡിസ്പ്ലേ അടിച്ചു പോകുമോ അങ്ങനെ എന്തെങ്കിലും പറ്റിയാലും ആപ്പിൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നിനും കൺസേൺ എടുക്കുന്നതായിരിക്കില്ല. നിങ്ങളുടെ മാത്രം താല്പര്യം കൊണ്ടാണ് ബീറ്റ അപ്ഡേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഡിവൈസും ബാക്കി കാര്യങ്ങളും വാറണ്ടിയും ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൾ പുൾ ഔട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റ് ശേഷമുള്ള പെർഫോമൻസും അത്യാവശ്യം ഒരു ക്ലട്ടറിങ് ഇല്ലാതാണ് ആസ് ഓഫ് നൗ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 4-5 ദിവസം തറവായിട്ട് യൂസ് ചെയ്തതാണ് എൻ്റെ ബാറ്ററി പെർഫോമൻസ്, ഡിവൈസിൻ്റെ ഫുൾ ഒപ്റ്റിമൈസേഷൻ ആൻഡ് പെർഫോമൻസ് ആൻഡ് തേർമൽ ആക്ടിവിറ്റി എന്നിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുക. ഇത്ര നേരം ഞാൻ ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് വലിയ തേർമൽ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ബാറ്ററി ഓപ്ഷൻസിലും സൈഡ് ഗ്രിൽസിലും അത്യാവശ്യം നല്ല കൂൾ ഡൗൺ സ്റ്റേറ്റിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം iOS 26.4 പുതിയ അപ്ഡേറ്റും ബാക്കി അപ്ഡേറ്റ്സും എന്നായിരിക്കും എന്ന് ചോദിച്ചാൽ മിക്കവാറും പുതിയ iOS 26.4 പുതിയ ബീറ്റ ലഭിക്കാൻ പോകുന്ന ചാൻസ് ഒന്നെങ്കിൽ നെക്സ്റ്റ് വീക്കും അല്ലെങ്കിൽ മാർച്ച് 2nd വീക്കുമാണ്. കാരണം ആപ്പിൾ ഇതിൻ്റെ ഇടയിൽ മാർച്ച് 4th പുതിയൊരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അപ്ഡേറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിൽ മേ ബി iPhone 17e എന്നീ പറഞ്ഞ ഡിവൈസ് റിലീസ് ആവുന്നതുകൊണ്ട് തന്നെ അതിനുശേഷം ആ ഡിവൈസിന് ശേഷം നമുക്ക് പുതിയ അപ്ഡേറ്റ് ലഭിക്കാനാണ് കൂടുതലും ചാൻസ് ഉള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ച് iOS 26.3.1 എന്ന് പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേഷനും ലഭിക്കാനുള്ള ചാൻസ് ഈ ഒരു മാസങ്ങൾ ഉണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. ആൻഡ് ഒഫീഷ്യൽ അപ്ഡേഷൻ മിക്കവാറും ഏപ്രിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എല്ലാ iOS യൂസേഴ്സിനും ലഭിക്കും എന്നും നമുക്ക് പറയുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ വലിയ സീരീസ് ചേഞ്ചസോ നമ്മൾ എക്സ്പെക്ട് ചെയ്തല്ലോ വലിയ മാറ്റങ്ങളോ ആപ്പിൾ ഇൻ്റലിജൻസിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്കമിങ് ആയിട്ടുള്ള ബീറ്റ 2ലും 3ലും നമുക്ക് മേ ബി ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് iOS 26.4 പുതിയ ബീറ്റ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അവിടെയും കുറേയധികം റീൽസും സ്റ്റോറീസായിട്ടും എല്ലാ അപ്ഡേറ്റ്സും ആപ്പിളിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഈസ് എബിൻ സേവിയ signing from എവിക്ക. അപ്പ